ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വർഷം ആദ്യം പിടിച്ച കുറച്ച് കാലപ്പടി മാങ്ങ വിളവെടുത്താണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എൻ്റെ വീട്ടിൽ 15 വർഷത്തോളം പ്രായം ചെന്ന മാവാണ് ഉള്ളത്. നല്ല കായ്പിടുത്തമൊക്കെ ഉണ്ട്. കാലപ്പടി ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അസാമാന്യമായൊരു പ്രത്യേക ഫ്ലേവറും കിടിലം മധുരവുമാണ് ഇതിനുള്ളത്. മാത്രമല്ല ഇത് ഒട്ടും തന്നെ ഫൈബറും ഇല്ല. മാങ്ങയുടെ പുറത്ത് ഇതിനൊക്കെ ചെറിയ രീതിയിൽ ഒരു പൗഡർ കോട്ടിംഗ് ഒക്കെ കാണും. അങ്ങനെ നമുക്ക് മാങ്ങ പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റും. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാങ്ങകളാണ് കാലാപ്പടി ഇത്. നല്ല ടേസ്റ്റാണ്. ഇത് ഒരു വട്ടമെങ്കിലും കഴിച്ചവർ നിർബന്ധമായി അവരുടെ അടുത്ത് ഒരു തൈയെങ്കിലും ഇത് വെച്ചിരിക്കും. അത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ടേസ്റ്റ്. നാടൻ വെറൈറ്റിയിലെ രാജാവ് എന്ന് തന്നെ നമുക്ക് കാലാപ്പടിയെ പറയാം. ഇതിൻ്റെ ബഡ് തൈയോ ഗ്രാഫ്റ്റ് ചെയ്ത് നട്ടാൽ 3-ാം കൊല്ലം മുതൽ തന്നെ നമുക്ക് കായ്ഫലം കിട്ടിത്തുടങ്ങും. നടുമ്പോൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തായിട്ട് വേണം മാവൻ തൈ നടാൻ. അപ്പോൾ അടിവളമായി നമുക്ക് ജൈവവളമൊക്കെ കൊടുത്ത് നടാം. പിന്നീട് വളരെ പെട്ടെന്ന് ഇത് വളരുകയും 3-ാം കൊല്ലം മുതൽ തന്നെ നല്ല രീതിയിൽ പൂക്കുകയൊക്കെ ചെയ്യും. ഇതിൻ്റെ കായ്ഫലം എന്ന് പറഞ്ഞാൽ ചില വർഷങ്ങളിൽ നല്ല കുലകുത്തി കായ്ക്കും, ചിലപ്പോൾ കുറച്ച് മാങ്ങ കുറവായിരിക്കും. എന്നിരുന്നാലും കൃത്യമായി എല്ലാ കൊല്ലവും പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അതിനിടയ്ക്ക് തന്നെ വർഷത്തിൽ 2-3 തവണയൊക്കെ ഇത് പൂക്കാറുണ്ട്. എന്നെങ്കിലും സീസണിലാണ് ഞങ്ങളുടെ അവിടെയൊക്കെ നല്ല രീതിയിൽ മാങ്ങ ഉള്ളത്. അല്ലാത്തപ്പോൾ 1-2 മാങ്ങയൊക്കെ അങ്ങ് ഇങ്ങായിട്ടൊക്കെ പിടിക്കാറാണ് പതിവ്. സാധാരണ മാമ്പഴ സീസൺ തന്നെയാണ് ഇത് നല്ല രീതിയിൽ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ പുഴുശല്യം ചെറിയ തോതിലുണ്ട്. അതുകൊണ്ട് മാവ് പൂക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈച്ചക്കണി ഇട്ട് കൊടുക്കും. അതിനൊക്കെ തന്നെ മാങ്ങ വിളയുന്ന പരുവത്തിൽ അത് പിച്ച് വെക്കുകയും ചെയ്യും. ഇത് ഞാൻ പറഞ്ഞ കണക്ക് നല്ല പഴക്കമുള്ള ഒരു മാവാണ്. അതുകൊണ്ട് നല്ല ഉയരത്തിലാണ് മാങ്ങ എല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് എന്നെ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന മാങ്ങയൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കി മാങ്ങകളെല്ലാം നല്ല ഉയരത്തിലും പല സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഈ മാങ്ങയുടെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറഞ്ഞാൽ. സാധാ ഒരു മാങ്ങയ്ക്കുള്ളത് ഒരു പ്രത്യേക ഫ്ലേവറാണ് കാലാപ്പടിയുടെ മാങ്ങയ്ക്ക്. അത് കഴിച്ചവർക്ക് എന്തായാലും അറിയാൻ പറ്റും. അതിനൊക്കെ തന്നെ ഇത് കഴിച്ചവർ ഉറപ്പായിട്ടും ഇതിൻ്റെ തൈകൾ മേടിച്ചു. അതാണ് ഈ മാവിൻ്റെ തൈക്ക് ഇത്ര ഡിമാൻഡ് ഉള്ളതും. ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇതിനുള്ളത്. ഇപ്പോൾ ഞാനിത് പച്ച പറിച്ചിരിക്കുന്ന വീഡിയോ ആണ്. ഇത് രണ്ടാമത് ഞാൻ പഴുത്തിൽ നിങ്ങളെ ഞാൻ പിന്നീട് കട്ട് ചെയ്തും അതിൻ്റെ ടേസ്റ്റ് റിവ്യൂ ഒക്കെ ആയിട്ട് പിന്നെ കാണിക്കുന്നതായിരിക്കും. ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്തായാലും കൊടുത്തിരിക്കാം. അത് കഴിഞ്ഞ കൊല്ലത്തെയാണ്. അത് ഞാൻ കൊടുത്തിരിക്കാം. എല്ലാവരും നിങ്ങളുടെ ഗാർഡനിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കിടില മാവിനം തന്നെയാണ് കാലാപ്പടി. ഒരു മാവേ നടാൻ സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നടുന്നൊരു മാവ് തന്നെയാണ് കാലാപ്പടി എന്നുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.